കോൺഗ്രസ്സുകാർ മുരളി മന്ദിരത്തിലേക്ക് വന്നാൽ തടയുമോ? ഇല്ല, ആർക്കും വരാം. അച്ഛനെ സ്നേഹിക്കുന്ന ആർക്കും വരാം. ഈ താങ്കളുടെ മാതാപിതാക്കളെ ആക്ഷേപിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസ്ഥാനം അതിനെതിരെ കോൺഗ്രസിന്റെ നേതാക്കളൊന്നും പ്രതികരിച്ചിട്ടില്ല. രമേശ് ചെന്നിത്തല അതിനെതിരെ പ്രതികരിച്ചു. എന്താണ്? അതായത് അതിൽ മാത്രമാണ് എനിക്ക് മുരളിയേട്ടനോടുള്ള വിഷമം. എൻ്റെ അമ്മയല്ലേ മുരളിയേട്ടൻ്റെ അമ്മ അല്ലേ? അപ്പോൾ സ്വന്തം അമ്മേനെ പറ്റി പറയുമ്പോൾ ബാക്കിയൊക്കെ പോട്ടെ, പെങ്ങളെ പറ്റി പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. സ്വന്തം അമ്മേനെ മോശമാക്കുന്ന രീതിയിൽ ഒരാൾ പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് മുരളിയേട്ടൻ സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആകെ മുരളിയേട്ടനൊരു വിഷമം തോന്നിയത്. അത് ചെയ്യാൻ പാടില്ല. സൈബർ ഇടങ്ങളിൽ താങ്കൾക്കെതിരെ വളരെ മോശമായ രീതിയിലൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതുണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ ഒരാഴ്ച പ്രതീക്ഷിച്ച. എനിക്ക് അവർക്കൊരു മറുപടിയും കൊടുക്കാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ച വിഷമങ്ങളും വേദനകളും പല പ്രവർത്തകന്മാർക്കും അറിയില്ല. ഞാൻ ആരോടും പറയാറില്ല. ഞാൻ നേതൃത്വത്തിനോട് പറയും എന്നല്ലാതെ ജനങ്ങളോട് ഒരിക്കലും ഞാൻ പാർട്ടീനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ ഒരു വേദന അവർ പറഞ്ഞത്. പിന്നെ ഇതിൽ പകുതിയും കോൺഗ്രസ്സുകാരല്ല കമൻ്റ് ഇടുന്നത്, പകുതിയും മാർക്സിസ്റ്റുകാരാണ്. എനിക്കറിയുന്ന വ്യക്തികളെ ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് അവർക്ക് ഞാൻ കോൺഗ്രസ്സുമായിട്ട് കണ്ടാൽ വേണ്ടാത്ത വിധത്തിലാവണം, അതാണ് അവരുടെ ആഗ്രഹം. ചേച്ചി, രണ്ട് കാര്യങ്ങൾ. ഈ പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കണമോ, ഏക സിവിൽ കോഡ് ഇവിടെ കൊണ്ടുവന്നതിനെ അനുകൂലിക്കുമോ? ഞാൻ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ പലതും എനിക്ക് ഇനി പഠിക്കാനുണ്ട്. പഠിച്ചിട്ട് എനിക്ക് ഇതിനൊക്കെ ഉത്തരം പറയാൻ പറ്റുള്ളൂ. കാരണം ഏത് പറഞ്ഞാലും നമ്മൾ സൂക്ഷിച്ച് കണ്ടും, കാരണം എനിക്ക് മുമ്പുണ്ടായിരുന്ന അഭിപ്രായങ്ങളല്ല എനിക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കൂടുതലും അതിനെപ്പറ്റി ഞാൻ അഭിപ്രായങ്ങൾ പറയാൻ പേടിക്കുന്ന ആളല്ല, ഏത് പാർട്ടിയിലായാലും. പക്ഷേ ഒരു അച്ചടക്കം ഉണ്ടല്ലോ പാർട്ടിയുടെ, അതനുസരിച്ച് ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ എന്തായാലും ഉത്തരം തരും. ഇപ്പം ഞാൻ 2 ദിവസമായിട്ട് ഞാൻ മെൻ്റലി ഇതിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, അച്ഛൻ അത്രയും വിഷമിച്ചിട്ടാണ് പോയത്, ഈ ഭൂമിയിൽ നിന്ന് പോയത്. അത്രയും കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ അവമാനിച്ചിട്ടുണ്ട്, ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ട ഞാനൊരാളേ ഉള്ളൂ. മുരളിയേട്ടൻ കണ്ടിട്ടില്ല അതൊന്നും. ഞാനാണ് അച്ഛൻ്റെ കൂടെ നിന്ന് എല്ലാ സങ്കടങ്ങളും കണ്ടിട്ടുള്ളത്. കോൺഗ്രസിനെ കുറിച്ച് നല്ലപോലെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. BJP വർഗീയ പാർട്ടി അല്ല എന്നുള്ള തോന്നൽ അത് ഉണ്ടാകുന്നത് ഏത് ഘട്ടത്തിലാണ്? കുറച്ച് കാലമായി ഒരു പാർട്ടീനെ പറ്റി പഠിക്കുമ്പോഴല്ലേ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ കുറച്ച് 3 കൊല്ലം കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഈ പാർട്ടി വേണ്ട എന്നൊരു തോന്നൽ എനിക്കാണ്. ഇങ്ങനെ ചതിയന്മാരുടെ കൂടെ നിൽക്കാൻ വയ്യ എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓരോ പാർട്ടീനെ പറ്റിയിട്ടും ഓരോ വിശകലനം നടത്തിയപ്പോൾ ഈ പറയുന്ന മാതിരിയല്ല, ഇത്ര മോശമല്ല ഇതിൻ്റെ ഉള്ളിലെന്ന് എനിക്ക് മനസ്സിലായി. കോൺഗ്രസ് ഒരു മതേതര പാർട്ടി അല്ലേ? ആണ്, മതേതര പാർട്ടിയൊക്കെയാണ് അവരുടെ ആവശ്യം അനുസരിച്ച്. പാർട്ടി അവരുടെ സൗകര്യമാകുമ്പോൾ അവർ അതെടുക്കും, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ കൂടെ കൂടും. ഇപ്പോൾ അവരും തുടങ്ങിയല്ല മൃദു ഹിന്ദുത്വം. അവരിപ്പോൾ അടുത്ത കാലത്താണ്. രൂക്ഷമായിട്ടുള്ള നോട്ടങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് അതിന് ആ സമയത്ത് പ്രതികരിക്കാൻ സാധിച്ചില്ല? അല്ല, ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ആൾക്കാർ കമൻറ്റ് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് കാരണം അവർ നമ്മളങ്ങനെ ഒരുമാതിരി കളിയാക്കണ മാതിരി നോക്കുക. അത് പറഞ്ഞുണ്ടാക്കണത് ഈ ശത്രുക്കൾ തന്നെയാണ്. ഇവിടെ ഒരു കോക്കസ് ഉണ്ട് ഈ തൃശ്ശൂർ ടൗണിൽ. അതാ പേരുകൾ എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ ഞാനായിട്ട് വലിയ ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. സ്ത്രീകളെ അവഗണിച്ചു, പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തെ. BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ആർക്കൊക്കെ മനസ്സിന് വിഷമമുണ്ട് അവരൊക്കെ വരും. ഇനി നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ആരൊക്കെ വരുന്ന കണ്ടാൽ നിങ്ങൾ കേട്ടു. അപ്പോഴേക്കും നമ്മളൊക്കെ ഒതുങ്ങി പോയിട്ടുണ്ടാവും. കാരണം അതിനേക്കാളും പ്രഭവന്മാരെ വരാൻ